ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയേണ്ടത്, ഒരു ദിവസം ഇത് എങ്ങനെ പോയി എന്നുള്ള വീഡിയോ. ഇതിപ്പോൾ 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ്. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരം വൈകിയതാണ്. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. എനിക്കാണെന്ന് വെച്ചാൽ തീരെ വയ്യെന്ന്, ഭയങ്കര ക്ഷീണം, വൊമിറ്റിങ്, പിന്നെ മേലുവേദന ഒക്കെ ഉണ്ടാകും. അപ്പോൾ പോയി കാണിച്ചപ്പോൾ വിറ്റാമിൻ്റെ കുറവാണ് എന്നും, പിന്നെ കുട്ടിക്കൊന്ന് കാണിക്കണമെന്നും അവനൊന്ന് ഡോക്ടറെ കാണിച്ചു. അങ്ങനെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞ് വരുമ്പോൾ വരുന്ന വഴിക്കാണ് കുറേ മീനാളിട്ട് കണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്താട്ടി മീനിനെ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ നോക്കുമ്പോൾ ഓസ്കാറുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഓസ്കാറിന് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓസ്കാറിന് വാങ്ങി വന്നപ്പോഴാണ് അതിനെക്കുറിച്ചൊന്നും അറിയണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് അതിന് ഫിൽറ്റർ ആണെന്ന് അറിഞ്ഞത്. പിന്നെ അങ്ങനെ ഫിൽറ്ററൊക്കെ വാങ്ങാൻ പോയി. അതിൽ ഇടുന്നുണ്ട് ഫിൽറ്റർ വാങ്ങാൻ പോയ കഥയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പോരുന്ന വഴിക്ക് മീൻ വാങ്ങി പോരുന്ന വഴിക്ക് കുട്ടീനെ മുട്ട അടിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. മുട്ട അടിച്ച വീഡിയോ. മുട്ട അടിച്ചപ്പോൾ ചെറിയതായിട്ടൊരു മുറിയായി. ഒരു ബ്ലേഡും കൊണ്ടാണ് വരണ്ടിയത്. അപ്പോൾ മുറിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രിമ്മറും കൊണ്ട് വരണ്ടിയും. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകണമെന്ന്, റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടണം. അതിന് 3 മണിക്കൂർ നേരം വഴുകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ പോകുന്ന ഫുഡൊക്കെ കഴിച്ചതിന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ വിറ്റാമിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനുള്ള മരുന്നുണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അക്വേറിയവും ഫിൽറ്ററും വാങ്ങാൻ വേണ്ടി വന്നു. അപ്പോൾ നോക്കുമ്പോൾ ആ കട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഒരു മണിക്കൂർ നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചപ്പോൾ അവർ വരാൻ നേരം മുഴുവൻ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് പറഞ്ഞു. അത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പോയി ചായയൊക്കെ കുടിച്ച് വന്നപ്പോൾ കുറച്ചും കൂടി നിന്നപ്പോൾ അവർ വന്നിട്ടുണ്ട്. ഇത് അതിനുള്ളത്തെ വിശേഷങ്ങളാണ്. അതിനോട് കുറേ എന്താ പറയുക, എലിക്കുട്ടികളെ പോലെ സാധനം. ശരിക്കും പേര് എനിക്കറിയില്ല, ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ഇതിൻ്റെ ഉണ്ടായിരുന്നു ഈ സാധനങ്ങൾ. പിന്നെ കുറേ ഫിഷ് ഉണ്ടായിരുന്നു. നമുക്ക് പോയി കഴിഞ്ഞാൽ ഏതേലും എടുക്കേണ്ടതെന്ന് അറിയില്ല, അതിന് മാത്രം ഫിഷുകളുണ്ടെന്ന് അവിടെ. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ ഫൈറ്ററിൻ്റെ പെണ്ണിനെ വാങ്ങാൻ വേണ്ടി ഫീമെയിലിനെ വാങ്ങാൻ വേണ്ടി പോയ ഷോപ്പിൽ തന്നെയാണ് ഞങ്ങൾ അക്വേറിയം വാങ്ങാൻ വേണ്ടി പോയിട്ടുള്ളത്. അന്ന് തന്നെ ഞങ്ങൾ അവിടെ അക്വേറിയത്തിൻ്റെ റേറ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ പിന്നെ കുറവ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ വാങ്ങാൻ വേണ്ടി പോയി. അങ്ങോട്ട് ഒരു അക്വേറിയവും വാങ്ങി ഓസ്കാറിനെ അക്വേറിയത്തിൽ റിലീസ് ചെയ്ത് ഫിൽറ്ററും വെച്ചു. പിന്നെ കുറച്ച് നേരം അതിനെ നോക്കിയിരുന്ന് അതിന് ഫീഡൊക്കെ കൊടുത്ത്. ഇപ്പോൾ ഞങ്ങൾ ഞാഞ്ഞൂളിലൊക്കെയാണ് കൊടുക്കുന്നത്. മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ മീനൊന്നും തിന്നണില്ല. ജീവമില്ലാത്ത മീനായതുകൊണ്ട് അതൊന്നും തിന്നണില്ല. ജീവനുള്ള മീനിനെ പിടിച്ചുകൊണ്ടിട്ട് വേണം കൊടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കുറേ പൂച്ചക്കുട്ടികളുണ്ട്. അപ്പോൾ പൂച്ചക്കുട്ടികളുടെ 4 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. അതിലത്തെ ഒരു കുട്ടീൻ്റെ കഴുത്തിലണിച്ച ഒരു കയറ് കുടുങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങളത് അതിനെ നേരാക്കി കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ചാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചാവണ്ട എഴുതിയിട്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുക. പക്ഷേ ഭയങ്കരമായിട്ട് അഗ്രസീവ് വന്നത്, മാന്താനൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അതിൽ ഏട്ടനൊക്കെ പറഞ്ഞു പോരി നമുക്ക് അതിനെ വിട്ടളി, അതിനിപ്പോൾ മാന്തി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകേണ്ടിരുന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ പിന്മാറിയില്ല. ഞാനും മേമയും അവിടെ കുറേ നോക്കി ശ്രമിച്ചു, പറ്റിയില്ല. ലാസ്റ്റ് പിന്നെ ഏട്ടൻ പിടിച്ച് ആ കയറ് മുറിച്ച് കളഞ്ഞു. എങ്ങനെ കയറ് കഴുത്തിൽ ചുറ്റിയെന്നോ ഒന്നും അറിയില്ല. അന്ന് രാവിലെ ഉച്ചയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് ആ പൂച്ചക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെ രാത്രിയൊക്കെ നോക്കിയപ്പോഴാണ് അതിൻ്റെ കഴുത്തിൽ കുടുങ്ങിയെന്നുള്ളത് മനസ്സിലായത്. ഇപ്പോൾ രാത്രിക്ക് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. പിന്നെ ഏട്ടൻ വന്ന് വേഗം പിടിച്ച് ഇതാക്കി. അല്ലാന്ന് വെച്ചാൽ അങ്ങനെ പിടിച്ചിട്ടുണ്ടെച്ചാൽ അത് മാന്തിൽ കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ പോകേണ്ടി വരും. അതിനൊന്നും വയ്യാത്തത് കൊണ്ടാണ് നല്ല രീതിക്ക് നോക്കിയിട്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മൾ അന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബായ്.